സൂക്ഷ്മത കുറവാണോ അതോ നാടകമാണോ? മൊട്ടയരുൺ ഒരു സാമൂഹിക വിപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടി. ഒരു നിമിഷം അല്ല, കേരളത്തിൽ ഈ അക്ഷരം അറിയാവുന്നവരും പത്രം വായിക്കുന്നവരും ഒക്കെ ഞെട്ടി. അക്ഷരാർത്ഥത്തിൽ ഈ പത്രക്കാർ അവർ ഈ മാപ്രകൾ എന്നൊക്കെ പരിഹാസ രൂപേണ വിളിക്കുന്നത് വളരെ കൃത്യമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം അവരെന്താ ചെയ്തത്? ഇന്ന് മലയാളികളെ മുഴുവൻ വിഡ്ഢിയാക്കിക്കൊണ്ട് എന്താ ചെയ്തത്? ഒരു ഈ പരസ്യത്തിൻ്റെ പേരിൽ എല്ലാ പത്ര ഉടമകളും ഇതിൽ പങ്കാളികളാണ്. മലയാളത്തിലെ പ്രമുഖമായ പത്രങ്ങൾ, മലയാള മനോരമയായാലും മാതൃഭൂമിയായാലും മംഗളമായാലും, ഈ പത്രങ്ങളിൽ മുഴുവൻ ഒരേ തരത്തിലുള്ള ഒരു പരസ്യം കൊടുത്തുകൊണ്ട്, ആ പരസ്യം എന്ന് പറയുമ്പോൾ പരസ്യമെന്ന് മനുഷ്യനെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇത് ഈ ജെയിൻ ഡീംഡ് എന്തോ ടു ബി യൂണിവേഴ്സിറ്റിയുടെ പരസ്യം, അതെ, അവരുടെ പരസ്യം. സമിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് അവർ നടത്തുന്ന ഫെബ്രുവരി 25 നടത്തുന്ന ഒരു പരിപാടിയുടെ ബന്ധപ്പെട്ട് 2050 ഇറങ്ങുന്നതാണെന്നാണ് പറയുന്നത്. 2000 ഇറങ്ങുന്നതിന് വേണ്ടി സൃഷ്ടിച്ച വാർത്തകളാണ്. പക്ഷേ അതിങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? ഇത്തരം വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ്. അതിൽ ഒരു നിമിഷം ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അല്ല, ഇന്ന് പത്രം പൊതുവെ ഇപ്പോൾ ട്രെയിൻ യാത്രയിലൊക്കെ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്, ട്രെയിൻ യാത്രയിൽ അധികം പത്രം വായിക്കുന്ന ഒരു സത്യത്തിൽ അധികം ഇല്ല. ഇപ്പോഴാരുടെ കയ്യിലും പത്രം ഒന്നും കാണാറില്ല. പൊതുവെ പത്രം പുസ്തകം ഒന്നും ആരും വായിക്കാറില്ല ട്രെയിൻ യാത്രകളൊക്കെ. എല്ലാവരുടെയും മൊബൈൽ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇത് മൊബൈലിൽ ഈ വാർത്ത വരാത്തത് കൊണ്ട് വലിയ ചർച്ച. എങ്കിൽ പോലും വളരെ ആശങ്കാകുലരായി പത്രം വായിക്കുന്ന പലരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ട്രെയിനിൽ. കാരണം ഇത് ഈ പത്രം കണ്ടില്ലേ എന്ന് ചോദിച്ച് ഇതിന് എങ്ങനെയാണ് പ്രാവർത്തി? 100 കണക്കിന് കോളുകളാണ് പത്രം ഓഫീസുകളിലേക്ക് വെച്ചത്. കാരണം എങ്ങനെയാണ് ഡിജിറ്റൽ കറൻസി ഉള്ളൂ. ഇന്ന് എന്നെ തന്നെ പലരും വിളിച്ചു, സുഹൃത്തുക്കളായാലും. ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മഹാസംഭവമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണെന്ന് സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ ഈ വാർത്തക്കിടയിലേക്ക് എന്തും കയറ്റിവിടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മുടെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ എന്ത് കയറ്റിവിടാം വാർത്തക്കിടയിലേക്ക്. ഇപ്പം പ്രധാന പത്രങ്ങളൊക്കെ, മാതൃഭൂമിക്ക് അവരുടെ സ്വന്തം ഫോണിൽ അവരുടെ ഇതിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രങ്ങൾക്ക് കേരളത്തിലെ ഒരു വലിയ എന്താ പറയുന്നത്, ഒരു വശ്യതയുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരമായി പത്രം വായിക്കുന്നവരാണ്. വർഷങ്ങളായി തുടങ്ങിയ ഒരു ശീലമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പത്രങ്ങൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ശീലമാണ് ഈ പത്രപാരായണം എന്ന് പറയുന്നത്. ഈ ദൃശ്യമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിലും ഈ എന്താ പറയുന്നത്, ഈ മൊബൈൽ അതിയായവയുടെ ഭീകരമായ ഉപയോഗത്തിൽ ഇടയിലും പത്രങ്ങൾക്ക് ഇവിടെ സർക്കുലേഷൻ ഉണ്ട്. പത്രങ്ങൾ വായിക്കുന്ന, പത്രത്തിനോടനുബന്ധമുള്ള ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പഴയ സർക്കുലേഷൻ പത്രങ്ങൾക്ക് ഇല്ലായിരിക്കാം. പക്ഷേ പത്രം വായിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. പത്രവാർത്തകൾ വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പത്രം രാവിലെ വായിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒത്തിരിപ്പേരുണ്ട്. രാവിലെ പത്രവും കട്ടൻ കാപ്പിയും എന്ന നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു ശീലമായിരുന്നു. ഇപ്പോഴും തുടരുന്ന നാട്ടിൻപുറങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ച് ഒരു വലിയ സംഘം ആളുകൾ ആശങ്കപ്പെട്ടതിൻ്റെ തെളിവുകൾ, നേർത്തെളിവുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ തന്നെയുണ്ട്. വാർത്തകൾ എന്ന് പറയുന്നത്, നമുക്ക് പരസ്യം എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിൽ കൊടുക്കാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ കൊടുക്കാതിരുന്ന ഹിന്ദു പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്രങ്ങൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് പത്രങ്ങളെന്ന് ഈ ചിത്രങ്ങൾ പോലും ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നില്ലായിരുന്നു. വാർത്തകളായിരുന്നു. ന്യൂസ് പേപ്പർ എന്നുള്ള പേര് തന്നെ വാർത്തകൾ അറിയാൻ വേണ്ടിയായിരുന്നു പത്രം വായിച്ചുകൊണ്ടിരുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം മൂലം അതിനോടൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാവാം ഇപ്പോൾ ഈ ആഘോഷങ്ങളാക്കിക്കൊണ്ട് ആണ് ഈ പത്രങ്ങൾ. നമുക്ക് വാർത്ത ഏതാണ് പരസ്യം ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ഇറക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ഈ മേഖലയോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അതുപോലെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. പത്രം നിർത്തിയാലോ എന്ന് തന്നെ ആലോചിക്കാം. ഇനി പത്രം അതെ, നമ്മൾ കാരണം നമ്മുടെ ഒരു ശീലമാണ്. ഇതാണ് ഓർത്തു നോക്കി, മലയാളത്തിലെ ഏറ്റവും ബുദ്ധിജീവി എന്ന് സ്വയം അഭിമാനിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ, പേര് പറയുന്നത് അദ്ദേഹത്തിന്റെ പത്രം രാവിലത്തെ പരിപാടിയാണ് ഈ പത്രനിരീക്ഷണം. വിവിധ പത്രങ്ങളിലെ കടന്നു പോവുക. അങ്ങനെ അദ്ദേഹത്തിനിപ്പം ഇത് ഇവർക്കൊരു പാഠമാണ്. ഈ ദൃശ്യമാധ്യമക്കാർക്ക് ഈ അരുണിന്റെ അനുഭവം ഒരു പാഠമാണ്. അദ്ദേഹം ഇനിയും എങ്ങനെയൊക്കെ കിടന്ന് ഉരുണ്ടാണ് ന്യായീകരിക്കുന്ന അറിയത്തില്ല, എന്തൊക്കെ ന്യായീകരിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും അത് കേട്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായി അദ്ദേഹം ഇത് വളരെ കൃത്യമായിട്ടും കാര്യമായിട്ടും ഈ കാര്യം പറഞ്ഞ് ഇത് വാർത്തയായി തന്നെ കരുതി വായിക്കാം. അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് ഇത് പറ്റുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിചാരിക്കും? പക്ഷേ സൂക്ഷ്മമായിട്ട് ഈ വാർത്തയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇത് മനസ്സിലാകും എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിപ്പോർട്ടർ ചാനൽ ഒരു ഇൻഫോർടൈൻമെന്റ് ചാനലാണ്, ഇൻഫോർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് അരുൺകുമാർ നടത്തിയ ഒരു നാടകമാണെങ്കിലും ഒരു നാടകമാകാൻ വഴിയില്ല. കാരണം ഇതൊക്കെ മനുഷ്യൻ ഈ സാമാന്യബോധം മനുഷ്യർക്ക്
ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകുമെങ്കിലും നമുക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിലും അദ്ദേഹം അത് നടത്തിയത് നാടകം അല്ല എന്നാണ് അത് കണ്ട എല്ലാവർക്കും മനസ്സിലായത്, കണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായത്. ഒരർത്ഥത്തിലും അതൊരു നാടകമല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലായത്. ഇത് നാടകമാണെന്ന് പറഞ്ഞേക്കാം നാളെ, നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഈ ഇവരൊക്കെ ഒരു പാഠമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാടിക്കേറി ഇവരുടെ വിലയിരുത്തലുകളും അല്ലെങ്കിൽ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങൾ രണ്ട് കൂട്ടരും ഒരർത്ഥത്തിൽ തന്നെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഭവം ഒരു ദൃശ്യം ഉണ്ടായാൽ അതിൻ്റെ പുറകെയാണ് ഇവർ മുഴുവൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ. ശരിയാണ്, വാർത്തകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ ഒരാൾ MD വാസുദേവൻ നായർ മരിച്ചു, ശരിയാണ്, മലയാളത്തെയും ലോകത്തെയും ഒക്കെ നമ്മുടെ അക്ഷരം വായിക്കുന്നവരൊക്കെ നടുക്കിയ ഒരു വിവരമാണ് അദ്ദേഹത്തിൻ്റെ മരണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം പ്രതീക്ഷിച്ചിരുന്നതാണ്, വളരെ പ്രായമായ ആളാണ്, അദ്ദേഹം സുഖമില്ലാതെ കിടക്കാണ്, മരിക്കുമെന്നുള്ള പറയും. ഇത് പിന്നെ 2 ദിവസം മുഴുവൻ ഈ ഒരു വാർത്ത മാത്രമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നില്ല എന്നർത്ഥം. മനുഷ്യർക്ക് മറ്റ് വാർത്തകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ആ ഒരു സംഭവത്തിൻ്റെ പിറകെയാണ് നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതാദ്യം ഓരോന്നും കാണിക്കുക. അങ്ങനെ എന്തെല്ലാം വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു മനുഷ്യർ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹരിയാനയിലെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിൽ നമ്മൾ കണ്ടതല്ലേ, ഒരു അവരങ്ങ് നരേഷൻ അങ്ങ് രൂപപ്പെടുത്തുകയാണ് വളരെ കൃത്യമായിട്ട്. എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് നേരെ എതിരായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഇതൊക്കെ ജേർണലിസത്തിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ഘടകം, അത് ദൃശ്യമാധ്യമങ്ങളായാലും പ്രിന്റഡ് മാധ്യമങ്ങളായാലും, പക്ഷേ ഇത് പാലിക്കേണ്ടതാണ്. പക്ഷേ ഇത് ഇത്രത്തോളം അപഹാസ്യമായ, ഇത്രത്തോളം തരം താണ ഒരു ജേർണലിസം മലയാളത്തിൽ ആദ്യമായിട്ടാണ്. നേരത്തെയും പത്രങ്ങൾ പരസ്യ ഫ്രണ്ട് പേജിൽ കൊടുക്കാറുണ്ട്, ചില പിന്നെ വിവരങ്ങളെ പറ്റിയുള്ളത് പരസ്യമായി കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അത് അവരുടെ ഫോണിലായിരിക്കത്തില്ല, വാർത്ത തന്നെയാണെന്ന് ബോധിപ്പിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പല വിധത്തിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നേരെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പിന്നെ മനുഷ്യനെ ഇങ്ങനെ വിഡ്ഢിയാക്കാനോ? ഇതിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ശരിക്കും കളിച്ചതൊരു നാടകമാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു വാർത്ത നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ഒറിജിനൽ ആണെന്നാണ് നമുക്ക് തോന്നുക. അതേ ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അരുൺകുമാർ ശ്രമിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ സാധാരണ വാർത്ത എഴുതുന്ന അതേ ഫോണ്ടിൽ അതേ രൂപത്തിൽ അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെന്ന് പറയുകയല്ലേ ഇപ്പം നിവൃത്തിയുള്ളൂ. അങ്ങനെയാണെന്ന് പറയുകയല്ലേ നിവൃത്തിയുള്ളൂ. ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും ഈ പത്രക്കാരോട് ചേർന്ന് ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പറയാം, ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ നാടകമാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അവരെക്കാൾ വലിയ തെറ്റായാലും ചെയ്തിരിക്കുന്നത്, അവരെക്കാൾ വലിയ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആണെന്നുള്ളൊരു ന്യായീകരണം ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്, നമുക്കറിയാം. നമ്മളിപ്പം ഈ മാധ്യമങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ വളരെ ശക്തമായതുകൊണ്ട് എന്ത് അഭിപ്രായം ആർക്കും പറയാം, ആ പറയുന്നതിനപ്പുറത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്തത് അതിലും വലിയ കുറ്റമാണെന്ന് ഞാൻ പറയും. ഈ പത്രക്കാരെക്കാൾ വലിയ കുറ്റമാണ് അയാൾ ചെയ്തത്. ഇത് വാർത്തയാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് അതിലും വലിയ കുറ്റമാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അധമമായ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. നമുക്ക് ഇതിൽ കൊണ്ടുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ വാർത്തകളുടെ ഇടയിൽ കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വാർത്തയോ പരസ്യമാണ്, വാർത്ത ഏതാണ് എനിക്ക് ഒറിജിനലാണെന്ന് ഫീൽ ചെയ്തു രാവിലെ തന്നെ വെച്ചു. പിന്നെ ഞാൻ രാവിലെ പത്രം വിശദമായി വായിച്ചില്ലല്ലോ, രാവിലെ പത്രം കണ്ടു, നമ്മൾ ഇറങ്ങി പോകാനായിട്ട് പത്രം വായിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ എടുത്ത അവസരത്തിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായി പത്രം വായിക്കുന്ന ആളാണ്. എനിക്ക് അക്ഷരം അറിഞ്ഞു തുടങ്ങിയ കാലം തൊട്ട് പത്രപാരായണം ഒരു ശീലമായിട്ടുള്ള ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒന്നിലേറെ പത്രങ്ങൾ വായിക്കാറുണ്ട് എല്ലാ ദിവസവും. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ അല്ല, ശരിയാണ്. വാർത്ത സൂക്ഷിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ റോബോ മന്ത്രിയുടെ 1-ാം വർഷം അങ്ങനെ ഒരു വാർത്തയുണ്ട്. റോബോ മന്ത്രി ജനം, പക്ഷേ ഈ നോട്ട് വന്നതോടുകൂടി ജനത്തിന്റെ മുഴുവൻ ശ്രദ്ധ നോട്ടിലേക്കായി. അതാണ് സത്യം. മറ്റു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആൾക്കാരും തയ്യാറായിട്ടില്ലെന്ന് വേണം കരുതാൻ. നമ്മൾ ഏതായാലും ഇത് ഈ കുറേ സമയങ്ങൾക്ക് ശേഷമൊക്കെ നമ്മളെ വിളിച്ചു ചോദിച്ചു ആളുകൾ. അതെ, എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് പറയാം, പരസ്യം ഏറ്റിരിക്കുകയാണ്, ഒരു ഗംഭീര പരസ്യമായിരിക്കും. അതിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടുവന്ന ഒരു ഐഡിയ. പത്രം നിലനിൽക്കാൻ പരസ്യം ആവശ്യമാണ് എന്നതൊരു വസ്തുതയാണ്. പത്രങ്ങൾക്ക് പരസ്യമില്ലാതെ പോലും. പക്ഷെ പത്രങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളിൽ വാർത്തകൾ എത്തിക്കാൻ വേണ്ടിയാണ്. ആ വാർത്തയുടെ ജെന്യുവിനിറ്റി
ഇതാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അല്ല, ജെയിൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു പേര് ഇപ്പൊ ആളുകളുടെ ഉള്ളിൽ രജിസ്റ്റർ ആയി. അല്ല, തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, അത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതാണല്ലോ ഈ പരസ്യക്കാർ ചെയ്യുന്നത്. വലിയ ജുവലറിക്കാർ അല്ലെങ്കിൽ വലിയ വലിയ കടക്കാർ, കച്ചവടക്കാരും ഒക്കെ ഈ വാർത്തകളുടെ ഇടയിൽ അവരുടെ ഉദ്ഘാടനത്തിലൊക്കെ പരസ്യങ്ങൾ കയറ്റുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ, മനുഷ്യർക്ക് പറയാം. ഇത് പത്രത്തിന്റെ ഇതിപ്പോൾ അതിനകത്തുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു വസ്തുതയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചെറിയ ചെറിയ വിധത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഇത് പത്രധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വാർത്ത എന്ന് പറയുന്നത് ജനങ്ങളിൽ എത്തിക്കാനുള്ള സത്യസന്ധമായ വാർത്തകൾ അറിയിക്കുക എന്ന് പറയുന്നത് അവിടെയും പക്ഷങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, പത്രങ്ങൾക്ക് നിലപാടുകളുണ്ട്, പക്ഷങ്ങളൊക്കെ അതിനനുസരിച്ചൊക്കെ വരും. പക്ഷേ ഒരു വാർത്തയുടെ സ്വഭാവത്തോടുകൂടി വാർത്ത അറിയിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ ഒരു ധർമ്മത്തിൻ്റെ നേരെ കടക്കിൽ കുത്തിവെക്കുന്ന വിധത്തിൽ പരസ്യങ്ങൾ ചെയ്തിട്ട് പരസ്യം ഒരു വിജയമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് ധാർമ്മികതയ്ക്ക് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. പത്രധർമ്മത്തിനും തെറ്റാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് നാളത്തെ പത്രത്തിൽ ഇവരെല്ലാവരും ഇത് മാപ്പ് ചോദിക്കേണ്ടതാണ്. ഇത് ഒന്നുകൂടെ മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് എഴുതിയവരുണ്ട്, ചിലരുണ്ട്. ഇത് വായനക്കാരെ കബളിപ്പിച്ചതിന് വർഷങ്ങളായി ഒരേ പത്രം തന്നെ വരുത്തുന്നവരുണ്ട്. ഈ പത്രം മാത്രമേ ഞങ്ങൾ ജീവിതത്തിൽ വരുത്തത്തുള്ളൂ, അവർ മാത്രമേ സത്യം പറയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. ഒരു പത്രത്തിൻ്റെ സ്ഥിരം വരിക്കാരുണ്ട്. അവർക്ക് പത്രത്തിൻ്റെ വരിക്കാർ വേറൊരു പത്രം വാങ്ങിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വലിയ വിഭാഗമുണ്ട് ഈ വായനക്കാരുടെയും പത്രത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിലൂടെയും. അവരൊക്കെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് അവരൊക്കെ പത്രമാഫീസുകളിലേക്ക് ഈ നിരന്തരമായിട്ട് തെറി വിളിച്ചുകൊണ്ട് കൂടുതൽ പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, 3-4 മണിക്കൂറിന് ശേഷം എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് ആളുകൾ. ഇനി എങ്ങനെയാണ് ഇതിപ്പം ഇത്ര പെട്ടെന്ന് ചെയ്താൽ എങ്ങനെയാണ്? 3-4 മണിക്കൂറിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞ ശേഷം എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും അതാണ് പറയാം. അങ്ങനെ പത്രത്തെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവരോട് ചെയ്ത് വലിയൊരു ചതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ പത്രമേ വായിക്കുമെന്ന് പറയുന്നുണ്ട്. പത്രം അയ്യോ അവർ കള്ളമാണ് പറയുന്നത്, ഇതേ ഞാൻ വായിക്കും എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഇവരെയൊക്കെ വിട്ടികളായിക്കൊണ്ട് ചെയ്ത് ഇത് ഒരു പാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഏതൊക്കെ അർത്ഥത്തിൽ ന്യായീകരിച്ചത് നമുക്കൊരു എന്റർടൈൻമെന്റ് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു രസകരമൊക്കെ വേണ്ടെന്നുള്ളൊരു സാധനം അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഏതായാലും ഞാൻ പറയുന്നതാണ്, ഇവർ അടുത്ത ദിവസം ഈ സംഭവിച്ചത് ഇങ്ങനെ ഒരു പത്രം പരസ്യം വിട്ടതിൽ മാപ്പ് ചോദിക്കുക എന്നതാണ് ഉചിതമായ കാര്യം. ഒന്നും ചെയ്യത്തില്ല, കാരണം ഈ പുതിയ കാലഘട്ടത്തിന്റെ അതാണ്, സത്യാനന്തര കാലമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ